പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം, ഹല്ലേലൂയ, നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നിങ്ങൾ അറിയുന്നില്ലയോ? പാപസംബന്ധമായി നാം മരിച്ചു. എങ്ങനെ? സ്നാനത്തിലൂടെ. ആ ആത്മീയ അർത്ഥം അതാണ് നമുക്ക് തരുന്ന പഠനം. പത്രോസിന്റെ 1-ാം പ്രസംഗം എന്തായിരുന്നു? നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി സ്നാനമേൽപ്പി. പ്രവൃത്തി 3:19 എന്താ എഴുതിയിരിക്കുന്നത്? 3:19 ഇത് വായിക്കാമോ? ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവി. പത്രോസിന്റെ പ്രസംഗത്തിലെ വേറൊരു പദം. ഇനി അടുത്ത വാക്യം കേൾക്കണോ? 5:31 വായിച്ചേ. 5:31. ഇസ്രയേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. അവിടെയും പാപമോചനം. ഇനി 10:43 വായിച്ചേ. പ്രവൃത്തി 10:43. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിന്റെ ആ കണ്ടൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരുന്നത്. 10:43. അവനിൽ വിശ്വസിക്കുന്നവൻ അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും ഉണ്ടോ? അവിടെ പ്രസംഗം. 1-2 വാക്യം കൂടി തരാം. 26:18. 26:18. പ്രവൃത്തി പുസ്തകം 26:18. ഒന്ന് വേഗം വായിച്ചോ. 6-ന്റെ ആണെന്ന് തോന്നുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണിത്. 26:18. അതെ, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയക്കുന്നു എന്ന് കൽപ്പിച്ചു. പൗലൂസിനെ യഹൂദന്മാരുടെ ഇടയിലേക്കും ജാതികളുടെ ഇടയിലേക്കും ദൈവം അയച്ചത് അവിടെ പോയി പരവരമേശ വരമരമീശ നീയല്ലോ എൻ രക്ഷാസ്ഥാനമെന്ന് പറഞ്ഞ് കോമാളിത്തരം കാണിക്കാനല്ല അയച്ചത്. പിന്നെ എന്തിനാ അയച്ചത്? അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നവരുടെ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിപ്പാനും ഞാനിപ്പോൾ നിന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഒരു പാസ്റ്ററിനെ, ഒരു ശുശ്രൂഷകനെ ദൈവം തെരഞ്ഞെടുത്ത് ശുശ്രൂഷയാക്കുന്നത് ഇത് തന്നെയാണ്, മറ്റൊന്നല്ല. ഇരുട്ടിലിരിക്കുന്ന ജനം, സാത്താൻ്റെ അടിമത്വത്തിൽ കിടക്കുന്ന ജനം, പാപത്തിൽ മുങ്ങിക്കിടക്കുന്ന ജനം, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് തേജസ്കരണത്തിലേക്ക് നടത്തപ്പെടാൻ റോമാലേഖനം 6-ാം അധ്യായത്തിലെ വിഷയമാണ്. അതിനാണ് ദൈവം അയച്ചത്. ഓരോ സഭകളിലും പാസ്റ്റർമാർ മാറി മാറി പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഗൾഫുകാരുള്ള ചർച്ചിലേക്ക് 5, 8, 10 ലക്ഷം രൂപ കോഴ മേടിച്ച് ട്രാൻസ്ഫർ കൊടുക്കുന്ന ജഡീകന്മാരുണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനങ്ങളിൽ. അവരെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഒരു സഭയിൽ നിന്ന് മറു സഭയിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആരൊക്കെയുണ്ട്? അവിടെ അവരുടെ കണ്ണ് തുറക്കണം. പാപത്തിൽ കിടക്കുന്നവരുടെ കണ്ണ് തുറക്കണം. ഇരുട്ടിൽ കിടക്കുന്നവർ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം. സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കണം. ഇതാണ് സഭയിലെ ഒരു പാസ്റ്ററിന്റെ ഉത്തരവാദിത്വം. പൗലൂസിനെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത് അതാ. എന്നെക്കുറിച്ചും പാസ്റ്റർമാരെ കുറിച്ചും ദേവദാസന്മാരെ കുറിച്ചും ഉദ്ദേശിക്കുന്നത് അതാ, അല്ലാതെ മറ്റൊന്നല്ല. അതിപ്പോ കാണുന്നില്ല. ഒരാളെ പറഞ്ഞത് ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു സ്ഥലത്തൊരു പാസ്റ്റർ 3-4 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ 3-4 വർഷം ഒരു പാസ്റ്റർ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ 5 സെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെക്കും അവിടെ. അത് കഴിഞ്ഞ്
അടുത്ത ട്രാൻസ്ഫറിൽ പോകുമ്പോൾ 5 സെൻറ്റ് സ്ഥലം വാങ്ങി അവിടെ എന്ത് ചെയ്യും? വീട് വെക്കും. പുള്ളി ഒരു 4-5 സ്ഥലത്ത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഓരോ സ്ഥലങ്ങളിൽ 3-4-5 മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഓരോ വീടും കൂടും ഒക്കെ ഉണ്ടാക്കിയിട്ടേ പുള്ളി മണ്ണോട് ചേർത്തുള്ളൂ. പുള്ളി മണ്ണോട് ചേർത്തേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പുള്ളിയുടെ ലക്ഷ്യം വേറെയാ. എൻ്റെ പൊന്നെ, ഒരു സഭയിൽ ഒരു ശുശ്രൂഷകനായിരിക്കുന്നത്, ഇതാ ദൈവവചനം വ്യക്തമായി പറയുന്നു, ഇരുട്ടിൽ കിടക്കുന്നവരുടെ കണ്ണ് തുറക്കണം, ഇരുട്ടിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിക്കണം, അവരുടെ രക്ഷ, അവരുടെ ആത്മാവിൻ്റെ രക്ഷ കർത്താവിൽ കൂടി അവർക്ക് നേടിക്കൊടുക്കണം. അതിനാണ് ഒരു ശുശ്രൂഷകൻ, ഒരു പാസ്റ്റർ, സുവിശേഷകൻ, ഒരു ഇടയൻ, ഒരു ഉപദേഷ്ടാവ്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷം ഇടയന്മാരായി, ഉപദേഷ്ടാവ്. ദൈവം നിയമിച്ചവരുടെ ശുശ്രൂഷയായും പറയുന്നത് സംഘടന നിയമിച്ചവരുടേതല്ല. സംഘടന നിയമിച്ചവരുടേതല്ല, സംഘടനകൾ നിയമിച്ചു വച്ചിരിക്കുന്നവരുടെയല്ല, ദൈവം നിയമിച്ചു വച്ചിരിക്കുന്നവരുടെ ശുശ്രൂഷയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 3 തരത്തിലുള്ള നിയമനമുണ്ട്. ഒന്ന്, ദൈവം നിയമിച്ചവർ, സംഘടന നിയമിച്ചവർ, സ്വയം കയറി പാസ്റ്റർമാരാകുന്നവർ ഇഷ്ടംപോലെ ഉണ്ട്, കണ്ടെയ്നർ കണക്കിന് കിടപ്പുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസി ഒരു ദൈവ പൈതലിനെ അല്ലെങ്കിൽ ഒരു ലോക മനുഷ്യനെ സുവിശേഷം പ്രസംഗിച്ച് സഭയെ കൊണ്ടുവന്ന് അവനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തി അവനെ നിത്യതയ്ക്ക് അവകാശമാക്കി മാറ്റാനുള്ള ഉപദേശം പഠിപ്പിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കണം. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും, അത് പോലീസുകാരൻ വന്നാലും പട്ടാളക്കാരൻ വന്നാലും മന്ത്രി വന്നാലും തന്ത്രി വന്നാലും അവൻ ആദ്യം ഇപ്പോൾ ഒരു ട്രെൻഡുണ്ട്, ഡോക്ടർ രക്ഷിക്കപ്പെട്ട് സഭയെ വന്നാൽ പിന്നെ അവനാ പ്രസംഗിക്കുന്നത്. ഞങ്ങളുടെ ഉപദേഷ്ടാവ് അതിനെ കർക്കശമായി നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ രക്ഷിക്കപ്പെട്ടു വന്നാൽ പിന്നെ അവനാ പ്രസംഗിക്കുന്നത്. അവൻ പൊളിറ്റിക്സ് എല്ലാം കൂടി ചേർത്ത് അവൻ പ്രസംഗിക്കും. ഡോക്ടർ മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ച് അവൻ പ്രസംഗിക്കും. പിന്നെ അതുപോലെ ഓരോരുത്തരുള്ള ഫീൽഡിൽ നിന്ന് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ രക്ഷിക്കപ്പെട്ടു വന്നാൽ പിന്നെ അവനാ പ്രസംഗിക്കുന്നത്. പാർട്ടി അവിടെ കയറിയിരിക്കും. അതിന് രക്ഷിക്കപ്പെട്ടു വന്നാൽ 10 ചക്രമുള്ള സ്വാധീനമുള്ളതാ. ഇതൊക്കെ ലോകത്തോട് ഇടകരുന്ന അനുഭവങ്ങളാണ്. പോലീസാണെങ്കിലും പട്ടാളമാണെങ്കിലും ഡോക്ടറാണെങ്കിലും തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും രക്ഷിക്കപ്പെട്ടു വന്നാൽ അവിടെ ഫ്രണ്ട് നിരയിൽ ഇരുന്നോണം. കാല് മടങ്ങുന്നില്ലെങ്കിൽ ഒരു കസേരയിട്ട് അവിടെ ഇരുത്തിക്കോണം. കേട്ട് വചനം പഠിക്കണം. ദൈവ വിളിയുണ്ടെങ്കിൽ ശുശ്രൂഷകനാകണം. കർത്താവിനെ വേർതിരിക്കുന്നെങ്കിൽ അവരുടെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച് വേർതിരിക്കണം. അണ്ടനും അടകോടനും എല്ലാം കയറി പ്രസംഗിക്കാൻ തുടങ്ങി. ഇപ്പൊ സഭ കുട്ടിച്ചോറായില്ലേ? പ്രിയമുള്ളവരെ, ആയില്ലേ സഹോദര? ആയോ? ആയി. എവിടെ നോക്കിയാലും ആത്മീക അരാജകത്വം, എവിടെ നോക്കിയാലും ദരിദ്രന്മാരും കുരുടന്മാരും നഗ്നന്മാരെയും കൊണ്ട് നിറഞ്ഞിരിക്കുക, ലവോദിക്കുക. അതാ നമുക്ക് തരുന്ന ദൂത്. ഇത് ഞാൻ പറയുന്നതല്ല, വചനം പറയുന്ന. ലവോദിക്ക പിന്നീട് കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള ആത്മീയ നിലവാരമുള്ള, ലവോദിക്ക പിന്നീട് കർത്താവിൻ്റെ വരവിന് മുമ്പുള്ള ആത്മീയ നിലവാരമാണ് കാണിക്കുന്നത്. എന്താ അവർ പറയുന്നത്? ഞാൻ ധനവാൻ സമ്പന്നൻ, എനിക്കൊന്നിനും വിട്ടില്ല. പക്ഷെ കർത്താവ് അവരോട് പറയുന്നു, നീ ആത്മീയ ദരിദ്രൻ, ആത്മീയ കുരുടൻ, ആത്മീയ നഗ്നൻ, തന്നിമിത്ത മനുഷ്യനും നിർഭാഗ്യവനുമായി തീർന്നു. നീ സമ്പന്നനാകേണ്ടതിൽ തീയിലൂതിക്കഴിച്ച പൊന്ന്, അത് ക്രിസ്തുവിൻ്റെ പ്രമാണം. നിന്റെ നഗ്നയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം വസ്ത്രം, അതെന്താ? രക്ഷാവസ്ത്രം, നീതിൻ വസ്ത്രം നഷ്ടപ്പെടുത്തി. രക്ഷയുടെ അനുഭവവും ദൈവം നീതീകരിച്ച അനുഭവം എല്ലാം നഷ്ടപ്പെടുത്തി. അത് തിരിച്ചു പിടിക്കണം. പിന്നെ അടുത്ത കുരുടൻ, പരിശുദ്ധാത്മാവുള്ള കാഴ്ചപ്പാടിൽ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതൊക്കെ മാറി ഇപ്പം ജഡത്തിലാണ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ആത്മീയ കുരുടന്മാരായി. സഭയുടെ കാര്യം ക്ലീനായിട്ട് തീർന്നു കിടക്കുക. ദൈവസഭ എന്ന് പറയുന്നത് പഥ്യവചനം, പഥ്യോപദേശത്തിൽ അധിഷ്ഠിതമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശം, അതിൽ പുറമായിട്ട് പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ മരിച്ച അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. അതാ ദൈവസഭ. ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് ലേവ്യ പുസ്തകത്തിൽ ദുഷ്ടസഭ. ഈ സഭ എത്രത്തോളം എന്നോട് പിറുപിറുക്കും, അവരെ ഞാൻ നശിപ്പിച്ചു കളയും. ഇസ്രായേൽ സഭയെ ദൈവം പറഞ്ഞു, അതനുസരിച്ച് ദൈവം നശിപ്പിച്ചു. മുഴുവൻ പോയി. 2 പേരൊഴികെ പാട്ടും പാടി, മിരിയാമിൻ്റെ നേതൃത്വത്തിൽ പാട്ടും പാടി സംഗീത നിശ നടത്തിക്കൊണ്ട് വന്ന ഈ സഭ മുഴുവൻ മരുഭൂമിയിൽ ചത്തൊടുങ്ങി.
അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു എന്ന് എബ്രായ ലേഖനത്തിന്റെ പല ഭാഗങ്ങളിൽ കാണുന്നു. ഏകദേശം അതുപോലെ പുതിയ നിയമസഭയുമായി തീർന്നു എന്ന് പറഞ്ഞാൽ 100% ശരിവെക്കുകയാണ് ഞാനും. ഇവിടെ ഒരു മടങ്ങിവരവ് നമുക്ക് ആവശ്യം. എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലേക്ക് സഭ മടങ്ങി വരണം, മടങ്ങി വരണം. ഞാൻ റോമാലേഖനത്തിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ പ്രിയമുള്ളവരെ. റോമാലേഖനം 6-ാം അധ്യായം നമുക്ക് വേഗത്തിൽ അത് ഗ്രഹിച്ചു പോകാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവ പാപസംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു അറിയുന്നില്ലയോ? അപ്പോൾ സ്നാനത്തിലൂടെ സംഭവിക്കുന്നത് എന്താണ്? യേശുവിനോട് ചേരുന്നു, യേശുവിനെ ധരിക്കുന്നു. അത് ഗലാത്യ ലേഖനത്തിൽ എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികൾ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നല്ലോ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്തിൽ എന്ത് ചെയ്യുന്നു? കുഴിച്ചിടപ്പെട്ടു. അടുത്ത് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ സ്നാനപ്പെട്ടവൻ എന്ത് ചെയ്യണം? ജീവന്റെ പുതുക്കത്തിൽ നടക്കണം, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അങ്ങനെയാണോ നടക്കുന്നത്? ചേർത്തലയിൽ ഞങ്ങൾ പോയി 3-4 വർഷം പ്രവർത്തിച്ചു. അവിടെ ഒരു സഹോദരനുണ്ട്, പറയാതിരിക്കാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ടവനാന്ന് പറഞ്ഞത്. അവനിങ്ങനെ നടന്നു വന്നപ്പോഴും തെങ്ങിൻ്റെ തോപ്പിൽ ചീട്ടുകളി നടന്നുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടവൻ അവിടെ പോയി കൈയും കെട്ടി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ പറയാം, എടാ അതറക്കല്ലേ ഇതറക്ക്. അതാണ് ആ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നത്. ചീട്ടുകളിക്കാരെ കാണുമ്പോൾ അവിടെ നിൽക്കരുത്, അവിടെ നിന്ന് പൊക്കോണം. നമ്മുടെ പഴയ ജീവിതം ഞാനൊക്കെ കളിച്ചിട്ടുണ്ട് കുറേ. ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയൊക്കെ നമുക്കില്ല, അതൊക്കെ വിട്ടുകളയണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ഒരു ജീവനുണ്ടാകണം അവന്. ഈ ജീവനുണ്ടെങ്കിൽ എങ്ങനെയാ ജീവൻ ഉണ്ടാകുന്നത്? ഞാനിവിടെ സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ആ ആത്മാവും ജീവനുമാകുന്ന വചനം നമ്മുടെ ഉള്ളിലോട്ട് കയറി അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ. അല്ലെങ്കിൽ ചത്തതുപോലെ ഇരിക്കും. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുക എന്നൊരു പഴമൊഴിയുണ്ട്. കണ്ടാൽ നല്ല ജീവനൊക്കെ ഉണ്ട്, നല്ല ഷോയ്ക്കൊക്കെ ഇരിപ്പട്ടെ, ചത്തിരിക്കുക ആത്മീയമായി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം ഇവിടെ പഴയ മനുഷ്യൻ മരിച്ചു, അടക്കപ്പെട്ടു, കുടിച്ചിട്ടു. പുതിയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുകയാണ്. ജീവന്റെ പുതുക്കത്തിൽ അവൻ നടക്കുന്നു. അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും നാം ഏകീഭവിക്കും. അതിൻ്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ നിനക്ക് കഴിയുകയില്ല. പുനരുദ്ധാനത്തിന്റെ സാദൃശ്യം നിനക്ക് കിട്ടുകയില്ല. അത്രേ ഉള്ളൂ. 6-ാം വാക്യത്തിലേക്ക് ഞാൻ വരുന്നു. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പഴയ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം പറയും. അപ്പൊ സ്നാനത്തിൽ നടക്കുന്ന അടുത്ത സംഭവം എന്താ? പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു. ക്രൂശിൽ കിടക്കുന്ന മനുഷ്യന് വല്ലതും ചെയ്യാൻ പറ്റുമോ? 2 കൈയും 2 കാലും ക്രൂശിക്കപ്പെട്ടിരിക്കുക. വല്ലതും ചെയ്യാൻ പറ്റുമോ? പാപം ചെയ്യാൻ പറ്റുമോ? അവന് മരണം മാത്രമേ മുന്നിലുള്ളൂ. അതുപോലെ നമ്മുടെ പഴയ മനുഷ്യൻ ഡെഡായി. പഴയ മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അഥവാ ഉണ്ടായാൽ പോലും അതാത് സമയങ്ങളിൽ ക്രമീകരണം പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവത്തോട് നിരന്നുകൊള്ളണം. പ്രിയ ദൈവമക്കളെ, ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം സഭയിൽ പ്രസംഗിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആഴങ്ങൾ വളരെ വലുതാണ്, അതിൻ്റെ പഠിപ്പിക്കലുകൾ വളരെ വലുതാണ്. ഇത് പഠിപ്പിക്കുവാനും ഇത് വായിക്കുവാനും ഇത് പഠിക്കാനും പഠിപ്പിക്കാനും പാസ്റ്റർമാർക്ക് കഴിയാത്തതിൻ്റെ കാരണം അവർ ഈ ലോകത്ത് മുങ്ങിക്കിടക്കുക. ലോകത്തിൻ്റെ ഓളത്തിനനുസരിച്ച് അവർ പോയിക്കൊണ്ടിരിക്കുക. പാസ്റ്റർ എന്ന പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് വചനത്തിൻ്റെ വെളിപ്പാടുകളില്ല. ദൈവം അവരെ ശുശ്രൂഷയ്ക്ക് ആക്കിയിട്ടില്ല. ദൈവമാക്കാത്തവന് ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കും. അപ്പൊ ദൈവം അയക്കാതെ ആർക്കെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? ഞാൻ തരൂര് പോയി 2 ദിവസത്തെ മീറ്റിംഗ് ചെയ്തു.
വളരെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. അതിൽ ഒരു സെക്ഷൻ മീറ്റിംഗ് മുഴുവൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് നാളെ മുതൽ ചെയ്യാനിരിക്കുക. അത് വളരെ മനോഹരമായ വചനങ്ങളായിരുന്നു. അത് കേട്ടിട്ട് ഒരു ആൻറ്റി എന്നോട് വിളിച്ചു പറഞ്ഞ്, പാർട്ടി ഇതൊക്കെ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, നിങ്ങളുടെ ഈ പുസ്തകം ഇല്ലേ? പുസ്തകമൊക്കെ ഉണ്ടെങ്കിൽ വായിച്ചാൽ മനസ്സിലാവോ? ഒരിക്കലും മനസ്സിലാവില്ല. വേദപുസ്തകം അത് പരിശുദ്ധാത്മാവിൽ പ്രസംഗിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് മനസ്സിലാവും, അല്ലാതെ മനസ്സിലാകത്തില്ല. കത്തോലിക്കൻ്റെ കയ്യിലൊക്കെ വേദപുസ്തകമല്ലേ ഇരിക്കുന്നത്, വേറെ അതുപോലെ പുസ്തകമാണ്. അപ്പോക്രിഫ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തതാണെങ്കിലും വേദപുസ്തകമല്ലേ ഇവിടെ കയ്യിൽ ഇരിക്കുന്നത്. ഇനി നമ്മുടെ പുസ്തകം ഉപയോഗിക്കുന്ന കത്തോലിക്കരുമുണ്ട്. അവർക്ക് എന്താ മനസ്സിലാകാത്തത്? സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിക്കണം. പിതാവ് ആകർഷിക്കണം. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രൻ്റെ അടുക്കൽ വരുന്നില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഈ മർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഈ കൊലോസ് ലേഖനത്തിൽ ഈ പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു 2 കൊരിന്ത്യരുണ്ട്. അത് ആദ്യം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 4:16 മുതൽ. അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അകമേയുള്ളവൻ പുറമേയുള്ളവൻ, അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ. ഇതൊരു വലിയ പഠനമാണ്. നമ്മളിപ്പോൾ ഈ പുറമേയുള്ള മനുഷ്യനെ കുറിച്ച് മാത്രമേ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് അറിയത്തുള്ളൂ. കാരണം അതിലുള്ള അറിവാണ് പാസ്റ്റർമാർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അകത്തൊരു മനുഷ്യനുണ്ടെന്നും ഈ അകത്തെ മനുഷ്യനാണ് ദൈവമായിട്ട് ബന്ധമെന്നും ഒരൊറ്റ വിശ്വാസിക്ക് വേണ്ടതുപോലെ അറിയത്തില്ല. സങ്കീർത്തനം വാങ്ങി പാട്ടും പാടിക്കൊണ്ട് നടന്നാൽ എങ്ങനെ അറിയുമത്? അത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുക. 25 വർഷം എനിക്ക് അത് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്ര ധൈര്യമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. അകത്തൊരു മനുഷ്യനും പുറമേയുള്ള മനുഷ്യനുണ്ടെന്ന് 25 വർഷം ചർച്ചഫോർഡിൻ്റെ പെന്തക്കോസ്ത് വിശ്വാസിയായി മുളക്കുഴ ചർച്ചഫോർഡ്, PJ ഡാനിയലിൻ്റെ, മാണി സാറിൻ്റെ, അത് PJ ഡാനിയലിൻ്റെ മാണി സാറിൻ്റെ സഭ ആയതുകൊണ്ടാണ്. കർത്താവിൻ്റെ സഭയാണെങ്കിൽ അതൊക്കെ മനസ്സിലായിപ്പോയെന്ന്. ഇന്നലെ ഓരോരുത്തരും സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന സഭയൊക്കെ അവരവരുടെ പേരിലുള്ളതാണ്. ഇവിടെ ഒന്നും കർത്താവുമായിട്ട് ഇവർക്ക് ആർക്കും യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലൂസ് പറയുന്ന പുറമേ ഉള്ളവന് നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും, പറ അടുത്ത്, ആകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. അങ്ങനെയുണ്ടോ? വിശ്വാസികളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടോന്ന്? പുറമേ ഉള്ളവനും അകമേ ഉള്ളവനും കിറിഞ്ചി അടക്കുക. എപ്പോഴാണ് വീട് ചാകണമെന്ന് അറിയത്തില്ല. എന്നോട് പറഞ്ഞു ചോദിച്ചു, പാസം ഒത്തിരി അങ്ങ് ക്ഷീണിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ക്ഷീണിച്ചു, ശരിയാ, സത്യമാണെന്ന് പറഞ്ഞു. ഫുഡിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്, ക്ഷീണിച്ചു, ശരിയാ. അകമയുള്ളവൻ ബലപ്പെട്ടിരിക്കാന്ന് പറഞ്ഞു, ശക്തിപ്പെട്ടിരിക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് പടഞ്ഞു വീണ് മരിച്ചാലും എൻ്റെ പ്രത്യാശ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലാമെന്നുള്ളത്. അത് മതി. ഇന്ന് എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? പുറമേ ഉള്ളവനെ കൊഴിപ്പിച്ച് കൊണ്ട് നടക്കല്ലേ. ഞാനങ്ങ് തുറന്നു പറയാം, എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഒറ്റ മനുഷ്യനെ ഈ ഭൂമി പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മനുഷ്യനല്ലല്ലോ നമ്മളെ പ്രസാദിപ്പിക്കുന്നത്. അവരുടെ ആരുടെയും ചെലവിലല്ലല്ലോ നമ്മൾ കഴിയുന്നത്. പുറമേ ഉള്ളവനെ പോഷിപ്പിക്കുക, അത് കരിവാരി തേച്ചും ടാറിങ് ചെയ്തും പിന്നെ പുട്ടിയടിച്ചും. ചുണ്ടത്തൊക്കെ പെന്തക്കോസ്തുകാർ തേക്കുന്ന തേപ്പിന് ഒരു കയ്യും കണക്കുമില്ല. ഇതെങ്ങനെയത്? യൂട്യൂബിലൊക്കെ കാണുമ്പോൾ കാണാൻ പറ്റും. വാരി തേച്ചുകൊള്ളുക, സിനിമാ നടിമാർ തേക്കുന്ന പോലെ. ചില സഹോദരിമാർ പ്രസംഗിക്കാൻ വരുമ്പോൾ സിനിമാ നടി പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുന്നത്. സഹോദരിമാരാരും പ്രസംഗിക്കണ്ട, അവർ പ്രസംഗിച്ച് മക്കളെ വളർത്തിയാൽ മതി. അതാ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അവർക്ക് പ്രസംഗിക്കാൻ പ്രമാണമില്ല. ഞാനുള്ളതുപോലെ പറയുക, വേദപുസ്തകത്തിൽ നിന്ന് പറയുക. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ, പാസ്റ്ററെ അങ്ങനെ പ്രസംഗിക്കാൻ പാടില്ലെന്നുള്ള ആധികാരികമായി വായനത്തിലൂടെയുള്ള നോട്ട്സ് അല്ലെങ്കിൽ പഠനങ്ങൾ ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് പറ, ചോദിക്കുക, ഞാൻ തരാം. ഇപ്പോൾ പറയാൻ സമയമില്ല, ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ വചനം മറ്റുള്ളവരെ പഠിപ്പിക്കാതെ അവർക്ക് മനസ്സിലാകത്തില്ല. ദാനിയേൽ പ്രവാചനം 2-ാം അധ്യായത്തിലെ ഒരു പ്രധാന വിഷയം, ഒരു ബിംബം രാജാവ് സ്വപ്നം കണ്ടു. രാജാവ് ആ സ്വപ്നം മറന്നുപോയി. ദൈവപുരുഷനായ ദാനിയേൽ ആ സ്വപ്നവ്യാഖ്യാനം നടത്തിക്കൊടുത്തു. ആ സ്വപ്നവ്യാഖ്യാനം ഒരു ആൻറ്റി കേട്ടിട്ട് പറയുക, ആദ്യമായിട്ട് കേൾക്കുക എന്നില്ല. ഞാൻ ചോദിച്ചു, എത്ര വർഷമായി രക്ഷിക്കപ്പെട്ട്? 20 വർഷമായി. ഇപ്പോഴാണ് വചനം പഠിക്കാൻ തുടങ്ങിയത്. എന്ത് പറ്റി? ഇത്രയും ചർച്ചകളിൽ അവരെന്ത് പഠിക്കുകയായിരുന്നു? പാസ്റ്റർമാരെ നിങ്ങൾ എന്ത് പഠിപ്പിക്കുമായിരുന്നു? അവരുടെ ദശാംശം പേടിച്ച് തിന്നുകൊണ്ടിരിക്കുക അല്ലേ?
എന്നിട്ട് നിങ്ങളെ കൊച്ചുങ്ങളെ പഠിപ്പിച്ച് MBA പഠിപ്പിച്ച് അത് പഠിപ്പിച്ച് ഇത് പഠിപ്പിച്ച്. പക്ഷേ മോളെന്തെടുക്കുന്നു, അവള് BSc നഴ്സിംഗിൽ പഠിക്കും. മോനെന്തെടുക്കുന്നു, അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നു. ശരി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി, സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവനൊന്നും കൊള്ളത്തില്ല. അവനും കൊള്ളത്തില്ല, നീയും കൊള്ളത്തില്ല. പിന്നെ സ്വത്രം. ഇപ്പൊ ഈ ദൈവദാസന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച ഞാനങ്ങ് തുറന്നു പറയാം. എനിക്ക് സങ്കടം കൊണ്ട് ഞാൻ പറഞ്ഞു പോവുക. വിശ്വാസികളെ ദൈവവചനം പഠിപ്പിക്കാതെ, ക്രിസ്തുവിന്റെ പ്രമാണം പഠിപ്പിക്കാതെ, ക്രിസ്തുവിന്റെ ഉപദേശം പഠിപ്പിക്കാതെ, അവരുടെ ഭൗതിക നന്മകൾ അടിച്ചു മാറ്റി അവരുടെ മക്കളെ ലോകക്കാരാക്കി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയട്ടെ, വിശ്വാസികളെ ദൈവവചനം പഠിപ്പിച്ച് അവരെ ആത്മീകരാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഭൗതിക നന്മ വെച്ച് നിങ്ങളെ മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്ക്. അതിന് കുഴപ്പമില്ല. ഇവിടെ ദൈവസഭയെ കുട്ടിച്ചോറാക്കിയിട്ട് തലമുറകളെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? ഇതെല്ലാം ശാപമായി മാറില്ലേ? ഗലാത്യ ലേഖനം 1:6 മുതൽ ഒന്ന് വായിച്ചാട്ട്. പാർശ്വം ഒന്ന് വായിച്ചാട്ട്, ഉറച്ചു വായിച്ചേ. ഗലാത്യർ 1:6 മുതൽ. അതിൽ കിടക്കുന്നുണ്ടെന്നേ, വിഷയം അതിൽ കിടപ്പുണ്ട്. പെട്ടെന്ന് വായിച്ചാൽ. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരോട് എഴുന്നേൽപ്പിച്ചതിന്. ഇനി 6 മുതൽ വായിക്കും. 1:6 മുതൽ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങൾ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട്. എന്താ ഈ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയാന്ന് പറഞ്ഞ? വേറൊരു സുവിശേഷം ഇതെന്ത് കിട്ടി? വേറൊരു സുവിശേഷം. സുവിശേഷം ഒന്നല്ലേ ഉള്ളൂ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട ഒരു യേശുക്രിസ്തു, അതാണ് സുവിശേഷം. ഇനി വേറൊരു സുവിശേഷം എന്താ? ഒരു സഹോദരൻ, ഈ ക്രിസ്തുവിന്റെ പ്രമാണം പഠിപ്പിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു സുവിശേഷമാണ്. അതിന്റെ പിന്നിൽ വേറൊരു ആത്മാവാ. അവർ പ്രസംഗിക്കുന്നത് വേറൊരു ക്രിസ്തുവിനെയാ, എതിർ ക്രിസ്തുവിനെയാ. ഇത് ഇന്നത്തെ ആത്മീയ കോളം തിരിച്ചറിയണം. വേറൊരു സുവിശേഷമല്ല. ചിലർ നിങ്ങളെ കലക്കി കണ്ടോ, ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുന്നു. ഈ ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയുമ്പോൾ ഈവിൽ സ്പിരിറ്റിന്റെ സുവിശേഷമാണ് പിന്നെ പറയാനുള്ളത്. ഭൗതിക ശുശ്രൂഷ, ഭൗതികം. അടുത്ത, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ദൂതനാകട്ടെ, നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായി ആദിമ അപ്പോസ്തലന്മാരായ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യായ അപ്പോസ്തലന്മാർ ദൈവസഭയെ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാതെ ആ വ്യവസ്ഥ വിട്ട് നിങ്ങൾ വചനം പറഞ്ഞാൽ അത് മറ്റൊരു സുവിശേഷമാണ്. അതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവാണ്. നിങ്ങൾ പ്രഘോഷിക്കുന്നത് മറ്റൊരു ക്രിസ്തുവിനെയാണ്. ഒരു ഗുണവുമില്ല. അതുകൊണ്ട് മനസ്സിലായോ? അടുത്തൊന്നൊരു വാക്യം കൂടി പറഞ്ഞ് വായിച്ചാട്ട്. ഞങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ. പിന്നെയും പറയാ, പൗലോസ് പിന്നെയും പറയാ, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു വാക്യം വായിച്ച് കേൾപ്പിച്ചു. ഏതാ? അതുകൊണ്ട് നിങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ജയിച്ചു പോകുന്നുവെങ്കിലും അകമയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. അപ്പൊ അകമയുള്ളവൻ പുറമെയുള്ളവൻ, അകത്തെ മനുഷ്യൻ പുറത്തെ മനുഷ്യൻ, ഇന്നർ മാൻ. ഉള്ളിലൊരു മനുഷ്യനുണ്ട്, പുറമെ ഒരു മനുഷ്യനുണ്ട്. അകമയുള്ള മനുഷ്യനാണ് ദൈവം സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. അവനുമായിട്ടാണ് ദൈവത്തിന് ബന്ധം. ഈ പുറമെയുള്ള ചത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? പുറമെയുള്ള ചത്തു കഴിയുമ്പോൾ എന്ത് ചെയ്യും? മണ്ണിനെ ഏൽപ്പിച്ചു കൊടുക്കും. അകമയുള്ളവൻ അങ്ങോട്ട് പോകുന്നേ. ഈ ഒരു തിരിച്ചറിവ് വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുക്കാതെ ഇവരെന്തോ ചെയ്യുക? അതാ ഞാൻ പറഞ്ഞ മറ്റൊരു സുവിശേഷത്തെ വികൃതമാക്കി ഒരു വലിയ കൂട്ടം ശുശ്രൂഷാ വൃന്ദങ്ങൾ സുവിശേഷത്തെ വികൃതമാക്കി, വികലമാക്കി, തെറ്റായ നിലയിൽ പഠിപ്പിച്ചു, ജനത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് പറയാനാണ് എനിക്ക് നിയോഗം. ഹല്ലേലൂയ. പദം മറച്ചു വെച്ചിട്ട് വേറെ വല്ലതും പറഞ്ഞിട്ട് എന്താ കാര്യം? സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ
പുറമെയുള്ള മനുഷ്യരൊക്കെ ക്ഷയിച്ചു പോയി. പൗലോസും പത്രോസും യോഹന്നാനൊക്കെ ക്ഷയിച്ച് ആ കാരണം അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, ഉടുക്കാനില്ല. 1 കൊരിന്ത്യർ 4:11, 13, 14 വാക്യം പഠിച്ചാൽ നാടിയോരെ നിങ്ങൾ വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ കൂടെ കിടന്ന ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നു. എന്തിനാ കതിര് പറിച്ചു തിന്ന്? വിശന്നിട്ട്. ഇവിടെയുള്ളവർക്കോ എന്ത് തിന്നണമെന്നറിയത്തില്ല. പിസ്തയും ചിക്കനും ആദ്യം ഇതും കിണ്ടി ചിക്കനും ഒക്കെ തിന്നിട്ട് ആശുപത്രി പോയി മലന്ന് കിടക്കുക ഓരോന്നും. ഒരു ഉപദേശി, കേരളക്കരയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിന്റെ ഉപദേശി, ആശുപത്രി പോയി കിടന്നിട്ട് 16.5 ലക്ഷം രൂപ എണ്ണി കൊടുത്തു. എവിടെ നിന്ന് കിട്ടിയ കാശ്? സുവിശേഷത്തെ വികൃതമാക്കി പഠിപ്പിച്ചുണ്ടാക്കിയ കാശ്. അതുപോലെ ഓരോരുത്തരുണ്ടാക്കുന്ന കാശ്. സുവിശേഷം പ്രസംഗിച്ച് കാശുണ്ടാക്കാൻ വ്യവസ്ഥയില്ല സഹോദര. സുവിശേഷം പ്രസംഗിച്ച് മരിക്കാനാണ് വ്യവസ്ഥ. ഗോതമ്പ് പൊടി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. ഈ ഗോതമ്പ് പൊടി എന്നുള്ളതിനും കർത്താവിനെ കുറിച്ചും കർത്താവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരെ കുറിച്ചും പറയുന്നതാ. അത് നിലത്ത് വീണ് ചത്തു കഴിയുമ്പോഴാണ് അതിൽ നിന്ന് വിളവുണ്ടാകുന്നത്. ഉദാഹരണം, കരുത്തനായ സ്തേഫാനോസ് യഹൂദ പരീക്ഷകളോട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അവരെല്ലാവരും കൂടി കല്ലെറിഞ്ഞു കൊന്നു. സ്തേഫാനോസ് മരിച്ചു കഴിഞ്ഞപ്പോൾ 1000 സ്തേഫാനോസിന്റെ ശക്തിയുള്ള ഒരു പൗലൂസിനെ ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതാ സുവിശേഷം. ദൈവസഭയെ കൊന്നുമുടിക്കുവാൻ എത്രയോ രാജാക്കന്മാർ, എത്രയോ ഭരണാധികാരികൾ, എസ്പെഷ്യലി റോമൻ സാമ്രാജ്യത്തിലെ കരുത്തന്മാരായ ഭരണാധിപന്മാർ എഴുന്നേറ്റു. അവർ നശിച്ചു പോയതല്ലാതെ സുവിശേഷം ഇന്നും അതിശക്തിയോടെ നിലകൊള്ളുകയാണ്. ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂന്നേ ഉള്ളൂ, ഒരു ചെറിയ സംഘമേ ഉള്ളൂന്നേ ഉള്ളൂ. നല്ലൊരു ശതമാനവും ദുരുപദേശത്തിന്റെ അടിമനുഖത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഭാഷ അത് പറയുമ്പോൾ ഒന്നുകൂടി തെളിയിച്ചു തരണമെന്ന് പറഞ്ഞാൽ എനിക്കത് പറയാനുള്ള മറുപടി ഇതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കുത്തുപദേശവും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശവും സഭയെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അതൊന്നും സഭകളല്ല. അതൊക്കെ ഈ ലോകത്തോട് ഇടകലർന്ന് കിടക്കുന്ന കൂട്ടങ്ങളാണ്. ഉലയർ മഹാസഭ, SNDP സഭ, ആ സഭ, ഈ സഭ, നിയമസഭ എന്ന് പറഞ്ഞ പോലെ സഭകളേ ഉള്ളൂ. സഭ ക്രിസ്തുവിന്റെ ശരീരം, സഭ മണവാട്ടി അല്ലെങ്കിൽ കന്യക, സഭ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും. ദൈവത്തിന്റെ മന്ദിരം 3 പഠനങ്ങളാണ് പൗലോസ് പറഞ്ഞേക്കുന്നത്. ആ നിലയിലുള്ള പഠനങ്ങളും അതിൻ്റെ തുടർ പഠനങ്ങളും ഒന്നും സഭകളിലില്ല. ഞങ്ങളൊക്കെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച വ്യവസ്ഥ വിട്ട് ഒരു വരവണ്ണം തെറ്റിച്ചു പറയാൻ ദൈവം ആരെയും അനുവദിച്ചിട്ടില്ല. ഗലാത്യർ 1:1 പിതാവാം ദൈവത്താലും അപ്പോസ്തലനായും നിയമിക്കപ്പെട്ടവൻ, പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവനാണ് പൗലൂസ്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ. യോഹന്നാൻ അപ്പോസ്തലനെ ദൈവം നിയമിച്ചു. എങ്ങനെ നിയമിച്ചു? എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ദൈവം നിയമിച്ചു. യോഹന്നാനല്ല, പത്രോസ് അപ്പോസ്തലനെ. യോഹന്നാന്റെ സുവിശേഷം അവസാന അധ്യായത്തിലാണത് നിയമിച്ചത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. പത്രോസിനെ ദൈവം നിയമിച്ചു, എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക. ഇന്ന് കാണുന്ന പോപ്പിനെയല്ല, പോപ്പിനെയൊന്നും ദൈവം നിയമിച്ചിട്ടില്ല. അതൊക്കെ താത്താൻ്റെ ഇറക്കുകളാണ്. അത് പോട്ടെ, സ്തോത്രം. ഇപ്പൊ അവർക്ക് വെളിവ് വെച്ച് തുടങ്ങിയെന്ന് ഇപ്പൊ എന്തൊക്കെ സാറ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് വെളിവ് വെച്ച് തുടങ്ങി. മറിയ ആരല്ല? രക്ഷയുടെ കാരണഭൂത മറിയയല്ല, യേശുക്രിസ്തു മാത്രമാണെന്ന് കത്തോലിക്കർക്ക് ബോധം വെച്ചപ്പോൾ അത്ര പോലും ബോധമില്ലാത്ത പെന്തക്കോസുകാർ, പാട്ടും പാടി നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പെന്തക്കോസ് ഗ്രൂപ്പുകൾ ഇനിയെങ്കിലും മടങ്ങി വരട്ടെ. ദൈവമേ, എനിക്കൊരൊറ്റ പോയിന്റേ ഉള്ളൂ. അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചതുപോലെ എല്ലാവരും സഭയെ എന്ത് ചെയ്യണം? പഠിപ്പിക്കാം. അവരൊറ്റ നിർബന്ധം എനിക്കുള്ളൂ. അപ്പോഴേ ജനം നന്നാകത്തുള്ളൂ. അല്ലെങ്കിൽ ജനം നശിച്ചു പോകും. മടങ്ങി വരുന്ന റോമാലേഖനത്തിലേക്ക്. ഹല്ലേലൂയ. നാമിന് പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. പഴയ മനുഷ്യൻ പുതിയ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇവിടെ വരുന്നു കേട്ടു. ഇനി അടുത്ത് പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്നുള്ള വിഷയം എഫേസ്യർ 4:22 വാക്യങ്ങൾ വായിക്കും.
മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് അതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. പുതിയ മനുഷ്യൻ, പുതിയ മനുഷ്യൻ. കണ്ടോ, പഴയ മനുഷ്യൻ പുതിയ മനുഷ്യൻ എന്നുള്ളൊരു പഠനം. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. സത്യത്തിൻ്റെ ഫലം, സത്യം യേശു ക്രിസ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു പുതിയ മനുഷ്യൻ. യേശു ക്രിസ്തുവിന്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാ പറയാമോ? ഒന്ന്, സത്യം, നീതി, വിശുദ്ധി, പരിജ്ഞാനം, വിശുദ്ധി, സ്നേഹം ആദിയായ ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള പുതിയ മനുഷ്യൻ. ഇന്ന് സഭയിൽ കിടക്കുന്നതൊക്കെ അതാണോ? ഈ മലഞ്ചരക്ക് കിടക്കുന്ന പോലെ പഴയ സഭകളിൽ കിടക്കുന്ന മുഴുവൻ പഴയ മനുഷ്യരല്ലേ? ജഡീകന്മാർ, ലോകസ്നേഹികൾ. അവർക്ക് പ്രാർത്ഥനയില്ല, അവർക്ക് വചനധ്യാനമില്ല, അവർക്ക് വേർപാടില്ല, അവർക്ക് വിശുദ്ധ ജീവിതമില്ല. ലോകത്തോട് ഇടകലർന്നു പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പൗലോസ് പറയുന്ന ഭാഗം നിങ്ങൾ മറക്കരുത്. പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പഴയ മനുഷ്യന് നീക്കം വരേണ്ടതിന്, പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. ഇനി പഴയ മനുഷ്യനെ കുറിച്ച് കൊലോസ്യ ലേഖനത്തിലുള്ള ഒരു പ്രസ്താവന ഞാൻ വായിക്കട്ടെ. കൊലോസ്യ, എല്ലാവരും കൊലോസ്യ ലേഖനം എടുക്കാട്ടെ. 3-ാം അധ്യായം 9-10. കുഴിച്ചിടുകയല്ല. അന്യോന്യം പോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് സ്വതന്ത്രം തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിച്ചിരിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ പാമ്പ് പടം ഉരിയുന്നത് പോലെ ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് പാമ്പ് പടം ഉരിയുന്നത്. ഞാനൊരു സ്ഥലത്ത് റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ ചേരയുടെ തോട്, ചേര എന്ന പാമ്പിൻ്റെ തോട് പോലൊരു സാധനം കിടക്കും. കണ്ടാൽ പാമ്പ് പോലെ തോന്നും. ആ പഴയ ആ തോല് ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതിയത് സ്വീകരിക്കുന്ന രീതി പാമ്പിനുണ്ട്, ചേരപ്പാമ്പിന്. മറ്റേവർക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതേപോലെ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളയണം. ഇച്ചിരി പ്രയാസമാണ്. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടി, പണ്ടത്തെ പ്രവൃത്തികൾ, പണ്ടത്തെ ഇടപാടുകൾ, പണ്ടത്തെ രീതികൾ എല്ലാം ഉരിഞ്ഞു കളയണം. ഇപ്പം എല്ലാം ഉരിഞ്ഞു കളഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാം പണ്ടത്തെ തന്നെ ഇരിക്കുക. ഇപ്പോഴും രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ പാട്ട് പാടിക്കിടന്ന് ഉറഞ്ഞു തുള്ളുക, ഒരു ഗുണവുമില്ല. ഒരു പുതിയ സൃഷ്ടിയാകണം. റോമാലേഖനം 6-ാം അധ്യായത്തിലൂടെ കയറി ഇറങ്ങാതെ സ്വർഗരാജ്യത്തിന്റെ പടിവാതിൽ കാണാൻ ആർക്കും പറ്റത്തില്ല.